Hi students, welcome to all our new session of structural and irrigation drawing. In previous class, we discussed about the detailing of simple supported beam and continuous beam. Today's section, we discuss about cantilever beams. ഇന്നിവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൻറ്റിലിവർ ബീംസിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ തന്നെ രണ്ട് ടൈപ്സ് ഓഫ് കാൻറ്റിലിവർ സ്ട്രക്ചേഴ്സിൻ്റെ ഡീറ്റെയിലിംഗ് ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കണ്ടിന്യൂസ് കാൻറ്റിലിവർ റെക്റ്റാങ്കുലർ ബീമും സെക്കൻഡ് സ്റ്റെബ് കാൻറ്റിലിവറും സ്റ്റെബ് കാൻറ്റിലിവർ. ഈ രണ്ട് ടൈപ്സിൻ്റെയും ഡീറ്റെയിലിംഗ് ഡ്രോയിങ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഡ്രോയിങ്സിലേക്ക് വരുന്നതിന് മുന്നേ കാൻറ്റിലിവർ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലേ? എന്താണ് കാൻറ്റിലിവർ സ്ട്രക്ചർ? ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കാൻറ്റിലിവർ beam which is fixed at one end and free at the other end is known as cantilever beam. അതായത് ഈ കാൻറ്റിലിവർ ബീംസിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് പൊസിഷനിലായിരിക്കും, അതർ എൻഡ് ഫ്രീ ആണ്, സപ്പോർട്ട്സ് ഒന്നുമില്ല, ഫ്രീ ആയിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് കാൻറ്റിലിവർ ബീംസ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നുണ്ട്, ദിസ് ഈസ് വൺ ഓഫ് ദ ഫേമസ് ടൈപ്പ് ഓഫ് ബീം യൂസ്ഡ് ഇൻ ട്രസ്സസ്, ബ്രിഡ്ജസ് ആൻഡ് അതർ സ്ട്രക്ചർ മെമ്പർ. അപ്പം നമ്മൾ ബ്രിഡ്ജസിൻ്റെ ഒക്കെ വർക്കിൽ കൂടുതലായിട്ടും കാൻറ്റിലിവർ ബീംസ് യൂസ് ചെയ്യുന്നുണ്ട്. ബ്രിഡ്ജസിൻ്റെ മാത്രമല്ല, നമ്മൾ ട്രസ്സസ് ഒക്കെ ചെയ്യുമ്പോൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഓവർ ഹാങ് ചെയ്തിട്ടൊക്കെ നിൽക്കുന്ന പോർഷൻസ് കാണാറില്ലേ? കാൻറ്റിലിവർ സ്ട്രക്ചേഴ്സ് കൊടുക്കാറുണ്ട്. തേർഡ് പോയിന്റ് പറയുന്നുണ്ട്, ദിസ് ബീം ക്യാരീസ് ലോഡ് ഓവർ ദി സ്പാൻ വിച്ച് അണ്ടർഗോസ് ബോത്ത് ഷിയർ സ്ട്രെസ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്. ഈ ഒരു കാൻറ്റിലിവർ ബീമിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അവിടെ ബോത്ത് ഷിയർ സ്ട്രെസ്സും ബെൻഡിങ് മൊമെൻറ്റും ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് കോമൺ ആയിട്ട് പറയാനുള്ളത്. കണ്ടിന്യൂസ് കാൻറ്റിലിവറിൻ്റെ കേസിൽ ഒന്ന് രണ്ട് പോയിൻറ്റ്സ് കൂടി പറയാനുണ്ട്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ആണ്, ഇൻ ദ കേസ് ഓഫ് എ കാൻറ്റിലിവർ എക്സ്റ്റൻഷൻ ഓഫ് ദ ബീം, ദ മെയിൻ ബാർസ് ഓഫ് ദ ബീം ആർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ സപ്പോർട്ട്, ദേ ആർ എക്സ്റ്റെൻഡഡ് ടു ദ കാൻറ്റിലിവർ പോർഷൻ. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് കാൻറ്റിലിവർ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ബീംസിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ, അതിൻ്റെ ടോപ്പ് ബാർസിൽ നമ്മൾ എക്സ്റ്റൻഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാൻറ്റിലിവർ ബീംസിന് വേണ്ടിയിട്ട് എക്സ്റ്റൻഷൻ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് പറയുന്നുണ്ട്, ഹാഫ് ഓഫ് ദ ബാർസ് മേ ബി കർട്ടൈൽഡ് അറ്റ് ദ മിഡ് വേ ഓഫ് ദി കാൻറ്റിലിവർ ലെങ്ത് ഇഫ് നീഡഡ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു കർട്ടൈൽ ബാർസ് കൂടി പ്രൊവൈഡ് ചെയ്യാം. കർട്ടൈൽ വാൾ എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ കണ്ടിന്യൂവേഷൻ എക്സ്റ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ലെങ്ത്, കാൻറ്റിലിവർ ലെങ്ത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ബാർസിനെ പറയുന്ന പേരാണ് കർട്ടൈൽഡ് ബാർസ്. ഇത് കൊടുക്കുന്നത് മിഡ് വേ ഓഫ് ദി കാൻറ്റിലിവർ ലെങ്ത്, അതായത് സ്പാൻ ലെങ്ത്തിൻ്റെ മിഡ് പോർഷൻ വരെയാണ് കർട്ടൈൽഡ് ബാർസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് സ്റ്റെബ് കാൻറ്റിലിവറിനെ കുറിച്ചാണ്. ഇതൊരു ടൈപ്പ് ഓഫ് കാൻറ്റിലിവർ സ്ട്രക്ചറാണ്. ഇൻ കേസ് ഓഫ് കാൻറ്റിലിവർ പ്രൊജക്റ്റിംഗ് ഫ്രം ദി ക്രോസ് ബീം ഓർ കോളം, ദ മെയിൻ ബാർസ് ആർ വെൽ ആങ്കേർഡ് ഇൻ ടു ദ ബീം ഓർ ദ കോളം ബിഫോർ കോൺക്രീറ്റിംഗ് ദ കോളം പോർഷൻ. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റെബ് കാൻറ്റിലിവർ ബീം പ്രൊവൈഡ് ചെയ്യുന്നത് ബീംസിനും കോളത്തിനും ക്രോസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ആങ്കേർഡ് ബാർസ് എന്ന് പറയുന്നത് നമ്മളെ ബീമിൻ്റെയും കോളത്തിൻ്റെയും റീൻഫോഴ്സ്മെൻറ്റിലേക്ക് കടന്ന് നിന്നിട്ട് അവിടെയാണ് കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്റ്റെബ് കാൻറ്റിലിവർ എന്ന് പറയുന്നത്. ഇന്നിവിടെ ഡീറ്റെയിലിംഗ് ചെയ്യുന്നത് ഈ ടു ടൈപ്സ് ഓഫ് കാൻറ്റിലിവർ സ്ട്രക്ചേഴ്സിനെയാണ്. ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് കാൻറ്റിലിവർ, സെക്കൻഡ് സ്റ്റെബ് കാൻറ്റിലിവർ. ഇതിൻ്റെ ഡീറ്റെയിൽ ഡ്രോയിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഗിവൺ ഡാറ്റാസ് വെച്ചിട്ടാണ് നമുക്ക് ഡീറ്റെയിലിങ്ങിലേക്ക് കിടക്കേണ്ടത്. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് കാൻറ്റിലിവർ സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ ഗിവൺ ഡാറ്റാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് 3.5 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ സ്പാൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫിക്സഡ് എൻഡ് മുതൽ ആ ഫ്രീ എൻഡ് വരെയുള്ള ലെങ്ത് പോർഷനാണ്
ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓവറാൾ ഡെപ്ത് അറ്റ് ഫ്രീ എൻഡ് 150 mm ആണ് മിനിമം ഡെപ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രീ എൻഡിലെ ഡെപ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 150 mm ആണ്, അത് മിനിമം ആണ്. നെക്സ്റ്റ് ഓവറാൾ ഡെപ്ത് അറ്റ് ഫിക്സഡ് എൻഡ്. ഫിക്സഡ് എൻഡിലെ ഡെപ്ത് എന്ന് പറയുന്നത് 450 mm ആണ്. അപ്പോൾ നമ്മൾ ഫിക്സഡ് എൻഡിൽ നിന്ന് ഫ്രീ എൻഡിലേക്ക് അത് വേരി ചെയ്യുന്നുണ്ട് അല്ലേ, ഡെപ്ത് വേരി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വിഡ്ത്ത് ഓഫ് കാൻഡിലിവർ ബീം എന്ന് പറയുന്നത് 300 mm ആണ്. നമ്മൾ കൊടുക്കുന്ന വിഡ്ത്ത് 300 mm, 30 cm. പിന്നെ മെയിൻ റീൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മെയിൻ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 4 numbers 28 mm ഡയ വിത്ത് 2 bars കർട്ടൈൽഡ് അറ്റ് മിഡ് ഓഫ് ദ സ്പാൻ. നമുക്ക് 4 മെയിൻ ബാർസ് ആണ് വരുന്നത്. അതിൽ 2 numbers കർട്ടൈൽഡ് ബാറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആങ്കർ ബാർസ് കൊടുക്കുന്നുണ്ട് 2 numbers, അത് ബോട്ടം റീൻഫോഴ്സ്മെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡയമീറ്റർ 16 mm ആണ്. സ്റ്റിറപ്പ് സൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 6 mm ഡയ. അതിൻ്റെ സ്പേസിംഗ് 40 cm സെൻറ്റർ ടു സെൻറ്റർ ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ വേണം നമ്മൾ കണ്ടിന്യൂസ് ബീംസ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത് കോളം സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ബീംസിന് കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് നമ്മൾ റീൻഫോഴ്സ്മെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത്, കാൻഡിലിവർ സ്ട്രക്ചർ വരയ്ക്കേണ്ടത്. നെക്സ്റ്റ് ഫിക്സഡ് എൻഡിൻ്റെ ബിയറിംഗ് ലെങ്ത് എന്ന് പറയുന്നത് 300 mm ആണ്. ആ ഒരു ലെങ്ത്തിലാണ് നമ്മൾ ബിയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ യൂസ് M20 ഗ്രേഡ് കോൺക്രീറ്റ്. അവിടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് M20 കോൺക്രീറ്റ് ആണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ FE 450 സ്റ്റീൽ ഗ്രേഡുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സ്കെയിൽ എന്ന് പറഞ്ഞത് 1:20 സ്കെയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഒരു കണ്ടിന്യൂസ് ബീമിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു പാറ്റേണിൽ വേണം നമ്മൾ കണ്ടിന്യൂസ് ബീമിനെ ഡീറ്റെയിലിംഗ് ചെയ്യാൻ, ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡാറ്റാസ് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ട്. ആ ഡാറ്റാസ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ലെങ്ത്തിൻ്റെ പോർഷനിൽ 3.5 മീറ്റർ ആണ് ലെങ്ത്ത്. ക്ലിയർ സ്പാൻ ലെങ്ത്ത് എന്ന് പറയുന്നത് 3.5 മീറ്റർ ആണ്. എഫക്റ്റീവ് ലെങ്ത്ത് വരുമ്പോൾ ആ വാൾ തിക്നെസ്സിൻ്റെ സെൻട്രൽ പോർഷനും കൂടി ആഡ് ചെയ്യണം. അതുപോലെ ഫ്രീ എൻഡിലുള്ള ഡെപ്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 150 mm ആണ്. മിനിമം ഡെപ്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 150 mm ആണ്. ആ മിനിമം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിക്സഡ് എൻഡിലുള്ള ഡെപ്ത് 450 mm ആണ് പ്രൊവൈഡ് ചെയ്തത്. പിന്നെ സ്പേസിംഗ് പറഞ്ഞിട്ടുണ്ട്. സ്പേസിംഗ് 40 cm ആണ് സ്പേസിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സ്പേസിങ്ങിൽ വേണം സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റിറപ്പിൻ്റെ സ്പേസിംഗ് ആണ് പറഞ്ഞത് 40 cm. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ ഫിഗർ കംപ്ലീറ്റ് ആക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ക്യാൻഡിലിവറിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. ഇതും സെയിം പ്രൊസീജിയർ വഴി നിങ്ങൾ വരയ്ക്കണം. മുന്നേ കണ്ടിന്യൂസ് വരച്ചില്ല, അതേപോലെ തന്നെ വരയ്ക്കണം. ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ എന്താണ്, ബീംസിനും അതുപോലെ തന്നെ കോളത്തിനും ക്രോസ് ആയിട്ടാണ് ക്യാൻഡിലിവർ വരുന്നത്. ആ ഒരു ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. അവിടെ ഒരു കോൺക്രീറ്റ് പോർഷൻസ് കാണിച്ചിട്ടുണ്ട് അല്ലേ, കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് അതുപോലെ തന്നെ കാണിക്കുക. ക്രോസ് സെക്ഷൻസ് ഒക്കെ സെയിം ആണ് വരുന്നത്. റീൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ സെയിം തന്നെയാണ് ഈ ഒരു കേസിൽ വരുന്നത്.